തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിശപ്പും വേദനയും തിരിച്ചറിയുന്ന അമ്മയായ സഭ ദൈവവചനത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും ജീവൻ നൽകുന്ന അപ്പമായി എല്ലാവരെയും പോഷിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ കരുണ ലോകമെമ്പാടും എത്തിക്കുകയും ചെയ്യുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. ലോക നേതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശപ്പും ദാരിദ്ര്യവും അനീതിയും അനുഭവിക്കുന്നവരുടെ നിലവിളി കേൾക്കുവാനും എല്ലാവർക്കും അന്നവും മാന്യമായ ജീവിതവും ഉറപ്പാക്കുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അവരെ പ്രാപ്തരാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. വിശപ്പും കഷ്ടതയും അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഹാരമില്ലാതെ, വീടില്ലാതെ, പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ കരുണ നൽകുകയും അവർക്ക് സഹായഹസ്തങ്ങളായി നാം മാറുകയും ചെയ്യുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ അനുഗ്രഹങ്ങൾ പോലും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള വിശാല ഹൃദയം ദൈവം നമുക്ക് നൽകുവാനും സ്നേഹവും പങ്കിടലും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളാകുവാനും നമ്മെ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ഏവരും അവിടുത്തെ സ്നേഹത്താൽ നിറഞ്ഞ് ലോകത്തിൽ പ്രത്യാശയും കാരുണ്യവും പങ്കുവെക്കുന്ന ശിഷ്യരാകുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് ഈ ലോക ജീവിതം പൂർത്തിയാക്കിയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഉപകാരികൾക്കും നിത്യജീവന്റെ വിരുന്നിൽ പങ്കുചേരുവാൻ ദൈവം കൃപ നൽകുവാനും ദുഃഖത്തിലായിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവിടുന്ന് ആശ്വാസവും പ്രത്യാശയും പകരുവാനും
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ.